ഹായ് ഫ്രണ്ട്സ്, RC Mullen's പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു RC ക്രോളറാണ്. ലാൻഡ്ബസ്റ്റർ കമ്പനിയുടെ മോഡലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മോട്ടറെ പറ്റി പറയുകയാണെങ്കിൽ 390 ക്ലാസ്സിൽ വരുന്ന ഒരു പവർഫുൾ മോട്ടറാണ് ഇതിന് കരുത്ത് പോരുന്നത്. അതുപോലെ 220A ക്ലാസ് ഇലക്ട്രോൺ സ്റ്റെപ്ലെസ് സ്പീഡ് കൺട്രോളും യൂസ് ചെയ്തിരിക്കുന്നു. ഹൈഡ്രോളിക് പ്രഷർ അലൂമിനിയം അലോയിൽ തീർത്ത 4 ഷോക്ക് അബ്സറുകളും ഇതിനുണ്ട്. കൂടാതെ സാധാരണ ഉള്ളതുപോലെ 2.4 GHz റിമോട്ട് കൺട്രോളും 4 വീൽ ഡ്രൈവും, അത് മാക്സിമം ട്രാക്ഷൻ ഏത് സർഫസിനും നൽകുന്ന ഒരു 4 വീൽ ഡ്രൈവും ഫുൾ സ്കെയിലായിട്ടുള്ള ഒരു RC ക്രോളറാണിത്. ഇതിൻ്റെ അടുത്ത് പറയേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഗിയറുകളെല്ലാം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു സ്ട്രോങ് ഫൈബർ ബോർഡ് കൊണ്ടാണ് ഇതിൻ്റെ ചേസിസ് നിർമ്മിച്ചിരിക്കുന്നത്, മെറ്റലല്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് ഉണ്ട്. അതുപോലെ എല്ലാ ബെയറിങ്സും ബോൾ ബെയറിങ്സ് ആണ്. 7.4 ഒരു ബാറ്ററിയും ഇതോടൊപ്പം ഇൻക്ലൂഡാണ്. നമുക്കിനി ബോക്സ് തുറന്ന് നോക്കാം. നമുക്ക് റിമോട്ടിനെ പറ്റി ഒന്ന് നോക്കാം. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ് ഇതിനൊപ്പം ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബേസിക് റിമോട്ടാണ്. എന്നിരുന്നാൽ പോലും കുറേ അഡീഷണൽ ഫങ്ഷണൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് അതിൻ്റെ ത്രോട്ടിൽ പവർ 50%-ലോട്ടും 70%-ലോട്ടും കൺവേർട്ട് ചെയ്യുന്ന സ്വിച്ചാണ്. അതുപോലെ തന്നെ പവർ ഓഫ് ബട്ടൺ, പിന്നെ സ്റ്റിയറിംഗ് ട്രിമ്മിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 സ്വിച്ചുകളും, പിന്നെ ലെഫ്റ്റിലും റൈറ്റിലോട്ടും ഇതിൻ്റെ കൺട്രോൾസ് മാറ്റുവാനുള്ള സ്വിച്ചുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പവർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ്. അതിന് 2 കീ ഇൻക്ലൂഡഡ് ആണ്. മൊത്തത്തിൽ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽസ് നമുക്ക് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും യൂസ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ആവശ്യമുള്ളവർക്ക് റൈറ്റിലോട്ട് അത് തട്ടിയിട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരും. അത് ലെഫ്റ്റ് സൈഡ് ആവശ്യമുള്ളവർക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് അതൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡായിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കാർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ലാൻഡ്ബസ്റ്ററിൻ്റെ RC ക്രോളർ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 10K താഴെ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്നാൽ പെർഫോമൻസിന് ഒട്ടും യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലുള്ള ഒരു RC ക്രോളർ തന്നെയാണിത്. ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ചൈനയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിപ്സ് ഊരി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് ഉള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ RCയുടെയും ബോഡി നോർമലി വരുന്നത് പോലെയുള്ള പ്ലാസ്റ്റിക് ഓർ ഫൈബർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ബോഡി തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ഷോക്ക് അബ്സർ ഒന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് പ്രഷർ അലൂമിനിയം അലോയ് കൊണ്ടുള്ള 4 ഷോക്ക് അബ്സറുകളാണ് ഇതിനുള്ളത്. അത് അത്യാവശ്യം സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ വൈബ്രേഷനും വളരെ കുറവായിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ ആർട്ടിക്കുലേഷനും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്.
ഈ ഷോക്ക് അബ്സുകൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിപ്പോൾ മാക്സിമം ഹൈറ്റിലാണ് ഇട്ടണേ. അതിൻ്റെ സ്ക്രൂ പയ്യെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്താൽ ഷോക്ക് അബ്സ് കുറച്ചുകൂടി ടൈറ്റ് ആവും. ടയറിൻ്റെ മുകളിലായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത്. ക്ലിപ്പ് ഊരി ബാറ്ററി നമുക്ക് പുറത്തെടുക്കാം. 7.4 വാട്ടിൻ്റെ 2000 mAh വരുന്ന ബാറ്ററിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബാറ്ററി തന്നെയാണ്. 1 മണിക്കൂർ ചാർജ് ചെയ്താൽ 15 to 20 മിനിറ്റ് റൺ ടൈം ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ചാർജറും ഇൻക്ലൂഡഡ് ആണ്. 5 വാട്ട് 2 ആംപിയർ വരെയുള്ള ചാർജർ ഹെഡുകൾ യൂസ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ആ മോട്ടറിൻ്റെ പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ കയ്യിൽ വെച്ച് അതൊന്ന് ഓണാക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പവർ. ഈ റിമോട്ടിൻ്റെ ഒരു കീ ഫങ്ഷനായ പവർ അഡ്ജസ്റ്റബിൾ സ്വിച്ച് നമുക്കതിൻ്റെ പവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇപ്പോൾ അത് കിടക്കുന്നത് ഹൈ പവറിലാണ്. ഇനി ലോ പവറിലോട്ട് റൈറ്റിലോട്ടൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോ പവറിലോട്ട് മാറും. നമുക്ക് ക്രോൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ലോ പവറിലിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ഇത് ഹൈ പവറിലേക്ക് തന്നെ ഇടാം. സ്വിച്ച് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പവറിലോട്ട് മാറും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് തന്നെയാണ് വീൽസ് കറങ്ങുന്നത്. ഇനി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഒരു ബുക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു യൂസർ മാനുവലായിട്ട് തന്നിരിക്കുന്നത്. ഈ ലാൻഡ്ബസ്റ്റർ കമ്പനിയുടെ ഈ സെയിം ചേസിസും സെയിം സ്പെക്ക് ഉപയോഗിച്ച് 5-6 മോഡലുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഒരേ സമയം ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ചൈനീസ് ഭാഷയിലുമാണ് ഇത് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ യൂസർ മാനുവൽ വെച്ച് ഈ ക്രോളർ ടോട്ടലി ഡിസ്മാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ അസംബിൾ ചെയ്യാനും നമുക്ക് സാധിക്കും. അത് A to Z അതിൻ്റെ അതിൻ്റെ സ്ക്രൂവിൻ്റെ സൈസ് വരെ ഇൻക്ലൂഡഡ് ആക്കി അവർ ഡയഗ്രമാറ്റിക്കായിട്ട് അവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഞാൻ ശരിക്കും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഇതിനകത്ത് ഇത്രമാത്രം പാർട്സ് അവൈലബിൾ ആണോ, പാർട്സ് ഉണ്ടോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോയി. അത്രയ്ക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനുവലാണ് അവർ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സ് ലിസ്റ്റും ഇതിൽ അവൈലബിൾ ആണ്. നമുക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പാർട്സിന് ഡാമേജ് വന്നാലൊന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരൊന്നും നമുക്ക് സാധാരണ അറിയാൻ സാധിക്കാറില്ല. എന്നാൽ ഇതിൻ്റെ സീരിയൽ നമ്പർ സഹിതം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ റിമോട്ടിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു പേപ്പറും അതിൽ തന്നിട്ടുണ്ട്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ RCയോടൊപ്പം ഞാൻ 4 അഡീഷണൽ ഓൾ ടെറൈൻ ടയറും പർച്ചേസ് ചെയ്തിരുന്നു. കിറ്റിൽ ഓൾറെഡി കുറച്ച് ഹാർഡായിട്ടുള്ള ടയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വിഡ്ത്തായിട്ടുള്ളതും കുറച്ച് സോഫ്റ്റായിട്ട് ഫീലുള്ള ഓൾ ടെറൈൻ ടയേഴ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിട്ടുള്ള വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതാണ്.
ഇതൊക്കെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ RC ക്രൗളറിൻ്റെ ഡീറ്റെയിൽസ്. ഞാനിത് കുവൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. താല്പര്യമുള്ളവർക്ക് ഞാൻ ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് തരാം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്. സൈനിങ് ഓഫ് RC മല്ലു.